ഹലോ. പിന്നെ എൻ്റെ അമ്മ വീടാണ് ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ പൊളിച്ച് പണ്ട് ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്നൊരു വീടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പൊളിച്ച് വേറെ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷെ ഈ വീട്ടിൽ കുറേ ഓർമ്മകളുണ്ട്. ഞങ്ങൾ പണ്ട് ഇവിടെ ആയിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കും. ഞാനും എൻ്റെ ചേട്ടനും പിന്നെ മാവിൻ്റെ മക്കളൊക്കെ എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കും. ഈ റൂമിലായിരുന്നു ടി വി വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും ടി വി കാണുമായിരുന്നു. രസമായിരുന്നു. ഈ റൂമിൽ കുറച്ച് ടി വി അല്ലാതെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ റൂമിൽ. അതൊക്കെ എല്ലാം മാറ്റി ഇപ്പോൾ പൊളിച്ച് ഇതൊരു ഷെൽഫായിരുന്നു. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ബുക്കുകളും കാര്യങ്ങളും എല്ലാം വെച്ചിരുന്ന ഒരു ഷെൽഫായിരുന്നു ഇത്. അതൊക്കെ പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഒരു റൂമായിരുന്നു ഇത്. ശരിക്കും ഇത് ഹോളാണ്, പക്ഷെ ഞങ്ങളിത് റൂമാക്കി എടുത്ത്. ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ഈ കട്ടിലാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ഇത് അമ്മായിയുടെ അലമാരയായിരുന്നു. അമ്മായിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാ ഈ അലമാരയൊക്കെ. ഇത്രയും ഇവിടെ ബാക്കിലായിട്ട് കായലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉപ്പ് കയറുന്ന കൊണ്ടിട്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങിയത്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ആണ് ഇതെല്ലാം. അവൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും ഇട്ടിരുന്നതാണ്. ഇവിടെ ഒരു ജനലുണ്ട്, ഇവിടെ ഒരു ജനലുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇതൊരു റൂമായിരുന്നു. ഈ റൂമിലായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ കിടന്നിരുന്നത്. ഇവിടെ ഞാനും ഇടക്കുമായിരുന്നു. ഇവിടേക്ക് ഇപ്പോൾ പൊളിച്ചു. ഇവിടെ ഒരു ഭിത്തി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഒരു അടുക്കള. ഇതായിരുന്നു ഞങ്ങളുടെ അടുക്കള. അടുക്കളയൊക്കെ പൊളിച്ചു. ഇത് അടുക്കളയുടെ സ്ലാബാണത്. അവിടെ നിന്നായിരുന്നു പാചകമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് വീടിൻ്റെ ബാക്ക് ഭാഗം. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഇതൊക്കെ പോയി. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. മരത്തിൽ സ്ഥിരമായിട്ട് ഞങ്ങൾ കയറി കളിച്ചുകൊണ്ടിരുന്ന ആ മരമായിരുന്നു ഇത്. ഇതായിരുന്നു എല്ലാം ഓർമ്മകൾ മാത്രമായി. ശരിക്കും ഇവിടെ വരുമ്പോൾ നല്ല സങ്കടം ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ എത്ര വർഷം മുന്നേ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഓർക്കണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയാകുമെന്ന്. അയ്യോ, അവർ പഠിച്ചിരുന്ന ബുക്കൊക്കെ ഉണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതുപോലെ. ശരിക്കും ഇത് കുറേ ഓർമ്മകളുണ്ട്. ഇവിടെ ആയിരുന്നു രാത്രിയിൽ വന്നിട്ട് സിനിമയൊക്കെ കണ്ട് ഇവിടെ കിടന്നിങ്ങനെ ഉറങ്ങും പായൊക്കെ വിരിച്ചിട്ട്. ഇതിങ്ങനെ അരമതിലാണ്. ഇവിടെ ഇരിക്കും. അതിലേറ്റവും വലിയ ഓർമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് അമ്മയുടെ അമ്മ അടക്കമ്മയെന്ന് ഞങ്ങൾ വിളിക്കണേ. പുള്ളിക്കാരത്തി ഇങ്ങനെ കസേര ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒന്നെങ്കിൽ നാമിഞ്ചൊല്ലണായിരിക്കും, ഇല്ലെങ്കിൽ കസേര ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരം ഇപ്പോൾ ഇവിടെ വീട് വന്ന ഫ്രണ്ടിൽ അവിടെ ഒരു വഴിയുണ്ട്. ആ വഴി ഞങ്ങൾ നേരെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിപ്പോൾ വീടുള്ളതുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണാൻ പറ്റും. അപ്പോൾ വടക്കമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും പക്ഷെ ആ സന്തോഷം ഉണ്ടാവാറില്ല, ഭയങ്കര വിഷമമായിരിക്കും. ശരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും വടക്കമ്മയാണ് ശരിക്കും മിസ് ചെയ്യണത്. ആൾ മരിച്ചു. അത് കുറച്ച് വർഷമായി. ഇവിടെയാണ് വടക്കമ്മേനെ അടക്കം ചെയ്തേക്കുന്നത്, ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ശരിക്കും ഇവിടെ വരുമ്പോൾ വടക്കമ്മേനെയാണ് മിസ് ചെയ്യണത്. ഞങ്ങൾക്ക് പലഹാരങ്ങളൊക്കെ വാങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്യണത്. അതുപോലെ പെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ നമുക്ക് പൈസയൊക്കെ തരും കയ്യിൽ. അപ്പം അങ്ങനെ ആളെ ശരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും മിസ് ചെയ്യാറുണ്ട് നല്ലോണം. ഇതാണ് ഇവിടുത്തെ മിറ്റം. കണ്ടോ, ഇപ്പോൾ നല്ലൊരു വൈറ്റ് കളറുള്ള മണ്ണ്, നല്ല വൈറ്റായിട്ടുള്ളൊരു മണ്ണാണ് ഇവിടെ ഇപ്പോൾ. ആ സമയത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം നിൽക്കും. അത് മാത്രമല്ല ഇത്രയും പുല്ലൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ കായലിൽ നിന്നുള്ള വെള്ളമൊക്കെ കയറി പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആയി. പക്ഷെ ഈ വൈറ്റ് മണ്ണ് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് ഞങ്ങൾക്ക് ഇത്രയും കളറുള്ള മണ്ണ് ഉണ്ടായിരുന്നില്ല, ബ്ലാക്ക് ആയിരുന്നു ആ സമയത്ത്. ഇതെവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ കൊള്ളാം, ഭംഗിയൊക്കെ ഉണ്ട്. ഇതും ഒരു തറവാട് തന്നെയാണ്. ഇവിടെയും ചെറുതിൽ ഞങ്ങൾ വന്ന്
ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന ഇവിടെ ആയിരുന്നു. 2 വീട്ടിലും അപ്പുറം ഇപ്പുറമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും നിൽക്കാറ്. അപ്പം ഇതും പഴയതായി. അങ്ങനെ അവർ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ്പോൾ മാമൻ നല്ലോണം പടം വരയ്ക്കുമായിരുന്നു. അപ്പോൾ മാമൻ വരച്ചതാണ് ഇതെല്ലാം. നന്നായിട്ട് മാമൻ പടം വരയ്ക്കുമായിരുന്നു. അയ്യങ്കാളിനെയൊക്കെ വരച്ചിട്ടുണ്ട്. ഇതായിരുന്നു അപ്പ. പിന്നെ മാമൻ വരച്ചതാണ്. അപ്പയും മരിച്ചുപോയി. പിന്നെ ഇത് കണ്ട യേശുദാസാണിത്. ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കയറാറില്ല ഞങ്ങളാരും. ചിലപ്പോൾ അത് വീണാലോ എന്ന് പേടിച്ചിട്ട് പിള്ളേരാരെയും ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റാറില്ല. ഇതാണ് ഞങ്ങളുടെ വേറൊരു തറവാട്. ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ. ഹായ് അമ്മാമ്മ, ചിരിച്ചേ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹലോ ഹലോ. ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട്. വീട്ടിൽ നിന്നാ വന്നേ. എന്നെ അറിയൂലേ? ആരാന്നല്ലേ? ഇത്ര നേരം ഞാൻ അമ്മാമ്മയുടെ കൂടെ നിന്നിട്ട് അമ്മാമ്മക്ക് അറിയില്ലേ ഞാൻ ആരാന്ന്? എന്താ അമ്മാമ്മ മറന്നുപോയ എത്ര പെട്ടെന്ന് എന്നാ? സൂക്ഷിച്ചു നോക്കിയേ അമ്മമ്മ ആരാന്നൊക്കെ. ഞങ്ങള് വേറെ ഇല്ല, അവരപ്പുറത്തുണ്ട്. അമ്മാമ്മക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അപ്പൊ അമ്മാമ്മ ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും നമ്മൾ അമ്മാമ്മേനോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആരാണ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതാണ് പുതിയ വീട്. മാമനൊക്കെ പുതിയ വീട് വെക്കുന്ന ഇതാണ്. അപ്പൊ വീട് ഏകദേശം ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നു. വേറൊരു വീട്, അതായത് അപ്പുറത്തെ ഞങ്ങളുടെ തറവാട്. ഇത് നമ്മുടെ ഇളയച്ചൻ്റെ ഒക്കെ വീടാണ്. ഈ സംഭവം മാമൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. മാമൻ ഇങ്ങനത്തെ കുറെ കഴിവുകളൊക്കെ ഉണ്ട്. മാമൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. വീട്ടിൽ എഴുതപ്പെട്ട പണിയെല്ലാം മാമന ചെയ്ത് ഇതൊക്കെ വെച്ചത് മാമനാണ്. ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് മാമനാണ്. ഈ കരിങ്കല്ല് വെച്ചിട്ട് ഇതൊക്കെ മാമൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇതാണ് മാമൻ. മാമൻ 2023 മരിക്കണത്. ഇതെല്ലാം മാമൻ നട്ടുപിടിപ്പിച്ചതാണ്. അതായത് അവളുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. മൈലാഞ്ചിയാണിത്. ഇത് ചെമ്പരത്തി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കറ്റാർ വാഴയുണ്ട്. ഇതൊക്കെ മാമൻ അവൾക്ക് ഹെയർ കെയറിന് വേണ്ടിയിട്ട് പിടിപ്പിച്ച സാധനങ്ങളാണ്. കണ്ടോ, മൈലാഞ്ചി, ചെമ്പരത്തി, ഇതൊക്കെ എല്ലാം മാമൻ ചെയ്തതാണ്, സെറ്റ് ചെയ്തതാണ്. കറ്റാർ വാഴ ഇവിടെ ഉണ്ട്, തുളസി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കളിപ്പാട്ടം ചെറുതിലെ. ഇതൊരു പേന പോലെയാണ്. ശരിക്കും ഇത് കണ്ടല്ലോ കായാണ്, പക്ഷെ എനിക്കിത് പേനയാണ്. ഇതിങ്ങനെ ക്യാപ്പ് പോലെ ഊരിയെടുക്കാം. കണ്ട, ഇത് ഞങ്ങളിങ്ങനെ എഴുതും. അതാണ് ഞങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ. എപ്പോൾ അമ്മ വീട്ടിൽ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഈ സ്ഥലമാണ്. കാരണം എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ കായൽ കുറേ പോകണം. ഇത് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു അമ്മ വീടിൻ്റെ. പക്ഷെ ഇപ്പോൾ ഇവർ ഫുൾ അടച്ചേക്കുവാണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അഥവാ പോകണമെങ്കിൽ തന്നെ നമ്മൾ മതിൽ ചാടണം. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ, അനധികൃതമാവില്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ മേളിൽ നിന്ന് കായൽ ഇങ്ങനെ ആസ്വദിക്കും. അല്ലാതെ ആ സൈഡിൽ പോയി നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല.